ഹലോ കൂട്ടുകാരെ, ഇന്ന് വെള്ളിയാഴ്ചത്തെ ലക്ഷ്മി പൂജയാണ് കേട്ടോ കാണിക്കുന്നത്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ആമിക്കുട്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും ആമിക്കുട്ടി ചെയ്തു തരാറുണ്ട്. പൂജാപാത്രങ്ങൾ എടുത്ത് മാറ്റി വെക്കാനും പൂജാ റൂം എടുത്ത് വൃത്തിയാക്കാനും ഒക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യാറുണ്ട്. പൊതുവേ ജോലിയുള്ള സമയത്ത് ഞാൻ കോളേജ് കഴിഞ്ഞ് വരുമ്പോഴേക്കും തിരക്ക് പിടിച്ചിട്ടുള്ളൊരു റുട്ടീൻസാണ് പൊതുവേ ഉണ്ടാവാറ്. ഇന്നിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ ശ്രേയസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ബ്രാസൊക്കെ കഴുകിയെടുക്കുന്നത്. ഞാൻ പൂജാപാത്രങ്ങൾ കഴുകാൻ വേണ്ടി മാത്രമായിട്ടൊരു സ്റ്റീൽ റൂൾ പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൂജാപാത്രങ്ങളെല്ലാം കഴുകിയെടുത്തിട്ട് ഉടനടി ഞാൻ ഫ്ലോർ ക്ലീനിങ് ആണ് എടുത്തത്. ഒരു നല്ലൊരു എൻജോയ്മെൻ്റ് ഉള്ളൊരു പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഫ്ലോർ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ഉടനടി ഞാൻ കോലം വരയ്ക്കാനിരുന്നു കേട്ടോ. ശരിക്കും ഇത് ഞാൻ വരച്ച കോലമല്ല, അത് സ്റ്റെൻസിൽ ഉപയോഗിച്ചിട്ട് ആണ് ഞാനിത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കോലമൊക്കെ ഇട്ടതിന് ശേഷം ഉടനടി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ സ്വാമിക്കുള്ള നേദ്യം തയ്യാറാക്കാനുള്ള. നേദ്യം മീൻസ് ഞാൻ എന്തെങ്കിലും സ്വാമിക്ക് വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പാലും ഇന്ന് പരിപ്പോടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പരിപ്പ് നേരത്തെ തന്നെ കുതിരാനിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പരിപ്പ് എടുത്തിട്ട് അതിനകത്ത് രണ്ട് പച്ചമുളകും കുറച്ച് വലിയ ജീരകവും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തു കേട്ടോ. നന്നായിട്ട് ഒത്തിരി മിക്സിയിലിട്ട് അടിയണ്ട. അത് കഴിഞ്ഞ് കുറച്ച് സവാളയും കറിവേപ്പില ഇട്ടിട്ട് കുഴച്ച് വെച്ചിട്ട് അത് പരിപ്പോടെയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഉടനടി പൂജാപാത്രങ്ങൾക്ക് മഞ്ഞളും കുങ്കുമം വെക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് അമ്മ വാങ്ങിച്ചുകൊണ്ടെന്നാണ് കേട്ടോ. ഇതുണ്ട് ഞങ്ങളുടെ പൂജാറും. അത് കഴിഞ്ഞിട്ട് ഇത് ഭഗവാന് പൊട്ട് വയ്ക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഭഗവാന് പൊട്ടൊക്കെ വെച്ച് ഭയങ്കര മനസ്സിന് സന്തോഷം നൽകുന്ന ഏറ്റവും സമാധാനം കിട്ടുന്നൊരു സമയമാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യാറ്. പൊതുവെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ തിക്കും തിരക്കും പിടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യാറ്. പക്ഷേ ഇപ്പം ഇത് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ ഞാനിത് ഭഗവാന് വേണ്ടിയിട്ട് പാലും എടുത്തുകൊണ്ട് വെച്ചു, അതുപോലെ പരിപ്പോടെ എടുത്ത് വെച്ചു, വിളക്ക് കൊളുത്തി വെച്ചു കേട്ടോ. വിളക്ക് കൊളുത്തി വെച്ച് കഴിഞ്ഞിട്ട് ഉടനടി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ സാമ്പ്രാണിയും പുകയ്ക്കലാണ്. അപ്പോൾ എല്ലായിടത്തും വീടിൻ്റെ എല്ലാ മുക്കിലും മൂലയ്ക്കിലും ഞാൻ സാമ്പ്രാണിയും കത്തിച്ച് പുകയ്ക്കാറുണ്ട് കേട്ടോ. അത് എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് ചെയ്യാറ് കൂടുതൽ ഉണ്ടാവാറ്. അപ്പോൾ ശരിക്കും പൊതുവേ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇതൊന്നും ചെയ്യാനുള്ള സമയം എനിക്ക് അത്ര കിട്ടാറില്ല. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അതൊക്കെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് റൂമിലും എല്ലായിടത്തും അലമാരയിലും ഇതൊക്കെ ശരിക്കും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ച ശീലങ്ങളാണ് കേട്ടോ. ഇതൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള കുറേ റുട്ടീൻസാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ കാര്യത്തിലൊക്കെ. എന്താ പറയുക, ഇതൊക്കെ എൻ്റെ അമ്മയും എൻ്റെ മദറിലോ എൻ്റെ നാത്തൂനൊക്കെ പഠിപ്പിച്ചു തന്നുള്ള കുറേ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വാമിക്ക് ഭഗവാന് സാമ്പ്രാണിയും കത്തിച്ച് വെക്കാൻ കേട്ടോ. കമ്പ്യൂട്ടർ സാമ്പ്രാണിയും കത്തിച്ച് വെക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇതേ ഭഗവാന് ആരതി വഴിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് സ്വാമി കുമ്പിടുകയാണ് കേട്ടോ. ഞാൻ ആമിക്കുട്ടിയും ഈതൂട്ടനും കൂടിയിട്ടാണ് സ്വാമി കുമ്പിടുന്നത്. അപ്പം ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ. ഈതൂട്ടനാണെങ്കിൽ ചെറിയൊരു പനി കാരണം കൊണ്ട് വലിയൊരു ആക്റ്റീവായിട്ട് ഒന്നിനും കൂടെ ഉണ്ടാവണില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ല. അവനെല്ലാതും കണ്ടിട്ടും നോക്കിയിട്ടും പറ്റുന്ന ഹെൽപ്പൊക്കെ ചെയ്ത് തന്നിട്ട് കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഇതേ ഭഗവാന് കുമ്പിട്ട് ഇനി നാമം ജപിക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈതൂട്ടും പറഞ്ഞു എനിക്ക് ഇരിക്കാൻ പറ്റണില്ല അമ്മ, ഞാൻ കുറച്ച് നേരം മാറിക്കിടന്നോട്ടെ. ഓക്കെ ശരി. അങ്ങനെയായിട്ട് ഇന്നത്തെ സ്വാമി കുമ്പിടലെല്ലാം